പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വാർത്ത കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ തകർന്നു വീണ ഒരു എയർ ഇന്ത്യ വിമാനം 242ഓളം പേർ മരണമടഞ്ഞു. ആ ഒരു ദുരന്തത്തിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ അമേരിക്കൻ നിർമ്മിതമായ ഒരു വിമാനമാണത്. അങ്ങനൊരു വിമാനം കത്തി നശിച്ചപ്പോൾ അതിലൊരു മലയാളി നേഴ്സ് കൂട്ടി, പിന്നെ ഒരു കുടുംബം, കുഞ്ഞു മക്കൾ, അവരൊക്കെ ഒറ്റ നിമിഷത്തിൽ കത്തിച്ചാമ്പലായി ചാരം കറുത്ത പുകയായിട്ട് മുകളിലേക്ക് വന്നു. സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തുള്ളൊരു വേദന നമുക്ക് തന്ന ഒരു വാർത്തയാണ്. അതങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ വാർത്ത കാണുന്ന നമ്മളിലേക്ക് ആ വാർത്ത എത്തിയപ്പോൾ ഈ കറുത്ത പുകയുടെ കുറച്ച് മാറി ഒരു മനുഷ്യൻ ഈ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന, അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമായ ഒരു മലയാളി വളരെ കൂളായിട്ട് ഒരു ഫോണൊക്കെ പിടിച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് പതുക്കെ നടന്നു വരുന്നു. ഇതാണ് എന്നെ മറ്റുള്ള കുറച്ച് പേരെ പോലെ തന്നെ ചിന്തിക്കാൻ, പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന ഒരു കാഴ്ച. വളരെ 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 പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരു ദുരന്തം. ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തന്നെ, അങ്ങനെ സാധിക്കാൻ പറ്റുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ഭീതി അങ്ങോരുടെ കണ്ണുകളിലും അങ്ങോരുടെ ചലനങ്ങളിലും ആ ശരീരത്തിൻ്റെ ആ ഭാഷയിൽ തന്നെ നമ്മൾ കാണേണ്ടതാണ്. അവിടെ നിന്നും ഒന്നല്ലെങ്കിൽ ഓടി അല്ലേ, എവിടെയോ ആ ഹോസ്റ്റലിൻ്റെ ഉള്ളിലാണ് സീറ്റടക്കം എങ്ങാണ്ട് വന്ന് വീണതെന്ന് പറയുന്നു. അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന ഒരാളെ നമ്മൾ കണ്ടത്. അതൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഈ ദുരന്തം എൻ്റെ പിന്നിൽ എത്രത്തോളം എന്നിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ എന്തായാലും, എനിക്ക് ജീവനുണ്ട് അല്ലേ, ഞാൻ മരിച്ചിട്ടില്ല, ആ അപകടത്തിൽ ഞാൻ പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൽ നിന്നും എത്രത്തോളം ഓടി അകലാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് ഓടണം, ഓടി ആരുടെയെങ്കിലും കരങ്ങളിൽ ചെന്ന് വീഴണം എന്നായിരിക്കില്ലേ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആൾക്ക് തോന്നേണ്ടത് എന്ന് എനിക്കൊരു തോന്നൽ. ശരിയോ തെറ്റോ അറിയില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാത്തൊരു കാര്യം. കാരണം വിമാനം ആകാശത്തിൽ കൂടെ പോകുമ്പം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ കാണണോ എന്നല്ലാതെ ഞാൻ ഇന്നുവരെ വിമാനത്തിൽ കയറിയിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളം ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇതും ഈ വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ ആ അറിയാത്ത ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കാര്യം ഇതാണ്. ഒരു അപകടത്തിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് ഇതുപോലെ. ഈ ഫോൺ എപ്പോൾ ആൾക്ക് ഡയൽ ചെയ്യാൻ പറ്റി, ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ടൊന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള സാവകാശം നമ്മുടെ മൈൻഡ് നമുക്ക് തരണ്ടേ, അതിനൊരു സമാധാനം നമ്മുടെ ശരീരം അല്ലെ, ആരെങ്കിലും ഒന്ന് വിളിക്കാൻ നമുക്ക് പറ്റണ്ടേ, നമ്പർ ഞെക്കാൻ പറ്റണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ. കാരണം അത്ര വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത്, അത്ര വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നത്, പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. കൂടെയുള്ള എല്ലാവരും മിസ്സായി. അഗ്നിക്ക്
ഇരയായി. ആ സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു മനുഷ്യൻ, എനിക്കത് ശരിക്കും ഒരു സിനിമ ക്ലൈമാക്സ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് നടന്നു വരുന്ന ഒരു മനുഷ്യൻ, വിശ്വാസ്. അത് പിന്നിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. എൻ്റെ അതായത് ഒരു കഴമ്പുമില്ലാത്ത സംശയങ്ങളാവാം ഇത്. പക്ഷേ ആ ഒരു വാർത്ത കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, അത് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.